പോലീസ് ഇപ്പോഴും പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ഇതിനിടെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഈ പുറത്തെത്തിയിട്ടുണ്ട്. അവർ കസേരകളിൽ ഇരിക്കുകയാണ്. അകത്ത് കയറാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പക്ഷേ പോലീസിന് അവരെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട അവസ്ഥയുമുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെനറ്റ് അംഗങ്ങളെ സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല. അത് ബി ജെ പിക്കാരായി നിൽക്കുന്ന ആളുകളെ മാത്രമാണ് ഞങ്ങൾ പ്രവേശിപ്പിക്കാത്തത്. മറ്റെല്ലാ സെനറ്റ് അംഗങ്ങളെയും ഞങ്ങൾ പ്രവേശിപ്പിച്ചു. അവിടെ സെനറ്റ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു യോഗ്യതയുമില്ലാതെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ മാത്രമാണ് SFI ഇന്ന് സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കാത്തത്. ഇത് അറസ്റ്റ് വഹിച്ച് കുറെ സഖാക്കളെ കൊണ്ടുപോയി. ഞങ്ങൾ ഏതറ്റം വരെയും ഈ സെനറ്റ് യോഗം അവസാനിക്കുന്നത് വരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ഈ RSSന്റെയും BJPയുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്ന സെനറ്റ് അംഗങ്ങളെ ഈ യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇതാണ് SFIയുടെ തീരുമാനം. അവരെല്ലാവരും ഹാളിനുള്ളിലേക്ക് ഇപ്പോൾ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞു. അനീഷ്, കേൾക്കാമോ? സംഘർഷാവസ്ഥ, പ്രതിഷേധം അവിടെ തുടരുകയാണോ? തീർച്ചയായും DYSP 5 മിനിറ്റ് സമയമാണ് പ്രവർത്തകർക്ക് നൽകിയിരുന്നത്. എന്നാൽ 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കാഴ്ച. വലിയ ഒരു ബലപ്രയോഗമാണ് നടക്കുന്നത്. നേരത്തെ ആദ്യവട്ടത്തിൽ കുറച്ച് നേതാക്കളെ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള നീക്കം, വലിയ ബലപ്രയോഗം തന്നെ നടത്തി പൂർണ്ണമായും പ്രവർത്തകരെ ഈ ഘട്ടത്തിൽ നീക്കം ചെയ്യാനുള്ള ഒരുക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ ബലപ്രയോഗം. ഈ പുറത്തു നിൽക്കുന്ന സെനറ്റ് മെമ്പർമാർ തങ്ങൾക്ക് അകത്ത് കയറണമെന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ബലപ്രയോഗത്തിലൂടെ ഇവരെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സർവകലാശാലയിൽ നടന്നു വന്നിരിക്കുന്ന സംഘർഷങ്ങളുടെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളിൽ അവശേഷിപ്പിക്കാം. അത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. പ്രവർത്തകർ ഇപ്പോൾ ഓരോരുത്തരെയായി പിടിച്ചു മാറ്റി ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രതിഷേധം